സംസ്ഥാനത്ത് ഷിഗല്ല ഭീതി ഒഴിയുന്നില്ല. കൊല്ലത്തും വയനാടും വീണ്ടും രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട്. തൃശൂരിൽ മരിച്ച മാപ്രാണം സ്വദേശിയായ 43-കാരന് ഷിഗല്ല സ്ഥിരീകരിച്ചു എന്ന വിവരം ആരോഗ്യവകുപ്പ് കുടുംബത്തെ അറിയിച്ചില്ല എന്ന പരാതി കൂടി ഉയർന്നിട്ടുണ്ട്. ഇതുവരെ സമ്പർക്ക പട്ടിക പോലും തയ്യാറാക്കിയില്ല എന്നാണ് ആരോപണം. ആശങ്കയായി കോഴിക്കോട് ജില്ലയിൽ വീണ്ടും മലേറിയയും സ്ഥിരീകരിച്ചു. സംസ്ഥാനത്തെ രോഗവ്യാപനത്തിനുള്ള കാരണം മഴക്കാല പൂർവ്വ ശുചീകരണത്തിലെ പാളിച്ചയെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ പറഞ്ഞു. സംസ്ഥാനത്ത് ഷിഗല്ല രോഗബാധിതരുടെ എണ്ണം അനുദിനം വർദ്ധിക്കുകയാണ്. വയനാട്ടിലും കൊല്ലത്തുമാണ് ഇന്ന് രോഗം സ്ഥിരീകരിച്ചത്. നേരത്തെ രോഗം സ്ഥിരീകരിച്ച സുൽത്താൻ ബത്തേരി കോളിയാടി മാർ ബസേലിയോസ് AUP സ്കൂളിലെ വിദ്യാർത്ഥിക്ക് തന്നെയാണ് രോഗബാധ. ഇതോടെ സ്കൂളിൽ രോഗം ബാധിച്ച കുട്ടികളുടെ എണ്ണം 17ആയി. കൊല്ലത്ത് പോരുവഴി 7-ാം മൈൽ സെന്റ് തോമസ് റെസിഡൻസ് സ്കൂളിലെ 7-ാം ക്ലാസ് വിദ്യാർത്ഥിക്കാണ് രോഗം. ഷിഗല്ല സ്ഥിരീകരിച്ച പശ്ചാത്തലത്തിൽ സ്കൂളിലെ മറ്റു കുട്ടികളുടെ കൂടി സാമ്പിളെടുത്ത് പരിശോധിക്കാനാണ് തീരുമാനം. ഈ വർഷം ഇതുവരെ 146 ഷിഗല്ല കേസുകൾ സ്ഥിരീകരിച്ചതായാണ് ആരോഗ്യവകുപ്പിന്റെ ഔദ്യോഗിക കണക്ക്. ഈ മാസം മാത്രം റിപ്പോർട്ട് ചെയ്തത് 70 കേസുകൾ. ഇതുവരെ ഷിഗല്ല ബാധിച്ചു മരിച്ചത് 5 പേരാണ്. അതിനിടെ തൃശൂരിൽ മരിച്ച മാപ്രാണം സ്വദേശിയായ 43-കാരന് ഷിഗല്ല സ്ഥിരീകരിച്ചിട്ടും അധികൃതർ അറിയിച്ചില്ലെന്ന് കുടുംബം ആരോപിച്ചു. മരിച്ച വ്യക്തിയുടെ ഭാര്യയെയും മക്കളെയും പരിശോധനയ്ക്ക് വിധേയരാക്കിയില്ല. റിപ്പോർട്ട് പുറത്തുവന്ന ഒരു ദിവസം പിന്നിട്ടിട്ടും സമ്പർക്ക പട്ടിക തയ്യാറാക്കാത്തത് ആരോഗ്യവകുപ്പിന്റെ ഗുരുതര വീഴ്ചയാണെന്നാണ് ആക്ഷേപം. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഇന്നലെ വൈകിട്ടാണ് ഞങ്ങൾ അറിഞ്ഞത് ഷിഗല്ലയാണെന്നുള്ളത് അറിഞ്ഞത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടിയെന്നാ പറയുന്നത്, ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. ശാന്തി ഹോസ്പിറ്റലിൽ നിന്നാണ് മരിച്ചത്. എന്നിട്ട് അതിന്റെ പ്രാഥമിക വിവരങ്ങളും എല്ലാം പറഞ്ഞിരുന്നു. എന്താണ് മരണകാരണം പറഞ്ഞിട്ട്? ഞങ്ങൾക്ക് മരണകാരണം അറിയാത്ത കാരണമാണ് ഞങ്ങൾ പോസ്റ്റ്മോർട്ടം വേണമെന്ന് ഞങ്ങൾ പറഞ്ഞത്, നിർബന്ധം പിടിച്ചത്. ബ്ലഡിൽ ഇൻഫെക്ഷൻ ഉണ്ടെന്ന് മാത്രമേ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. അതിനിടെ കോഴിക്കോട് ഒളവണ്ണ പഞ്ചായത്തിൽ മലമ്പനിയും റിപ്പോർട്ട് ചെയ്തു. ഇരിങ്ങല്ലൂർ സ്വദേശിയായ 63-കാരനാണ് സ്വകാര്യ ആശുപത്രിയിലെ ചികിത്സയ്ക്കിടെ രോഗം സ്ഥിരീകരിച്ചത്. ബ്ലോക്ക് പഞ്ചായത്തിലെ ആരോഗ്യ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് രോഗവ്യാപനത്തിന് കാരണം മഴക്കാലപൂർവ്വ ശുചീകരണത്തിലെ പാളിച്ചയെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ പറഞ്ഞു. തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളെ ബാധിച്ചെന്നും പരിശോധനകൾ കൂട്ടിയതും രോഗികളുടെ എണ്ണം വർദ്ധിക്കാൻ കാരണമായെന്നും മന്ത്രി. പകർച്ചവ്യാധികളുടെ സംഖ്യത്താണ് നിങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ഈ വർഷം കൂടുതലാണ്. അതിൻ്റെ ഒരു മുഖ്യ കാരണമായിട്ട് ഞങ്ങൾ അവലോകനം നടത്തിയപ്പോൾ മനസ്സിലായത്, ഈ ശുചീകരണ പ്രവർത്തനങ്ങളും മഴക്കാല പൂർവ്വ ശുചീകരണ പരിപാടികളൊക്കെ ഈ തെരഞ്ഞെടുപ്പ് കാരണം കുറേ തടസ്സപ്പെട്ടിട്ടുണ്ട്. ഈ പകർച്ചവ്യാധികളെ നിയന്ത്രിക്കാനൊരു ഹൈ പവർ കമ്മിറ്റി വേണം എന്നുള്ളൊരു ധാരണ മൊത്തത്തിലുണ്ടായിട്ടുണ്ട്. പകർച്ചവ്യാധികൾ, മരുന്നുകൾ, മുന്നൊരുക്കങ്ങൾ എന്നിവ സർക്കാരിനെ അറിയിക്കാൻ ഹൈപ്പവർ കമ്മിറ്റി രൂപീകരിച്ചതായും മന്ത്രി അറിയിച്ചു. അതേസമയം നിപ ബാധിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കഴിയുന്ന രാമനാട്ടുകര സ്വദേശിയുടെ ആരോഗ്യനില മാറ്റമില്ലാതെ തുടരുകയാണ്. റെഡിംസിവിർ അടക്കമുള്ള ആന്റിവൈറൽ മരുന്നുകൾ ബഹ്റൈനിൽ നിന്ന് എത്തിച്ചതോടെ മരുന്നുക്ഷാമത്തിന് പരിഹാരമായി. പുതിയ നിപ കേസുകൾ ജില്ലയിൽ റിപ്പോർട്ട് ചെയ്യാത്തതും ആശ്വാസമാണ്. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.